ഹലോ, കാർത്തിക ദീപത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആദ്യമേ തന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തൂനെയും അരുൺ സാറിനെയാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തൂന് ചെറിയൊരു ഇഷ്ടം നമ്മുടെ അരുൺ സാറിനോട് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കാർത്തികയാണെങ്കിൽ ഒരു ഡയറി എടുക്കുന്നു. അതിൽ മയിൽപ്പീലിയുണ്ട്. ആ മയിൽപ്പീലി എടുത്ത് ഇങ്ങനെ നോക്കുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. കാർത്തിക എന്നിട്ട് കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ അരുൺ സാറുമായിട്ട് കണ്ടതും സംസാരിച്ചതും കാർത്തിക ഇഷ്ടമില്ലാത്ത രീതിയിൽ നടന്നു പോയതും ഒക്കെ കാർത്തിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. ആ സീനിൽ തന്നെ കാണാൻ നമ്മുടെ കാർത്തികയ്ക്ക് വല്ലാത്തൊരിഷ്ടം നമ്മുടെ അരുൺ സാറിനോട് തോന്നുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പവിത്രേനെയും ഉണ്ണീനെയും കാർത്തികേനെയും കനകത്തിനെയാണ് കാണിക്കുന്നത്. കനകവും ഉണ്ണിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ പവിത്രയും കൂടി എല്ലാ ഫുഡും എല്ലാം വിളമ്പി കൊടുക്കുന്ന സീനാണ് കാണിക്കുന്നത്. അന്നേരം കനകമാണെങ്കിൽ ഉണ്ണീനോട് ചോദിക്കുന്നു, എന്താ ഉണ്ണി വിജിത എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത്, വല്ല വ്രതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നു, വ്രതമൊന്നും വരില്ല അമ്മേ, ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നും, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ കാർത്തിക പറയുകയാണ്, ആരുടെയാ ഞങ്ങളുടെ മുഖമാണോ കാണത്തില്ലാത്തത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അന്നേരം തന്നെ പവിത്രയാണെങ്കിൽ ഉണ്ണിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പം പവിത്രേനോടാണെങ്കിൽ ഉണ്ണി പറയുകയാണ്, ഏട്ടത്തി എനിക്ക് ഭക്ഷണം വിളമ്പണ്ട, നിങ്ങളെനിക്ക് ഭക്ഷണം വിളമ്പണ്ട എന്ന് പറയുന്നു. അപ്പം പവിത്ര ചോദിക്കുന്നു, അതെന്താ എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുകയാണ്, ഇഷ്ടമല്ലാത്തവരൊന്നും എനിക്ക് ഭക്ഷണം വിളമ്പണ്ട, എനിക്കത് കഴിക്കാൻ തോന്നില്ല എന്ന് പറയുന്നു. അന്നേരം കാർത്തിക് പറയുകയാണ്, കണ്ണേട്ടൻ വന്നാലും ഉണ്ണിയേട്ടൻ ഇങ്ങനെ തന്നെ പറയുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഉണ്ണി പറയുകയാണ്, ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് നയനേടത്തിനെ കണ്ടു, പപ്പേട്ടൻ്റെ ഭാര്യനെ കണ്ടായിരുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് നിങ്ങൾ പപ്പേട്ടനുമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അന്നേരം പവിത്ര പറയുന്നു, അതിൽ തെറ്റില്ലാത്തതുകൊണ്ടല്ലേ ഉണ്ണി ഞാൻ അത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു ഏട്ടത്തി ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ണേട്ടനില്ലാത്തപ്പോൾ ആ ഏട്ടത്തി ഇവിടെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ കാർത്തികയും കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. വിജിതയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നു, അവൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ ചതിക്കുവാണ്, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് കാർത്തു അവിടുന്ന് പോകുന്ന സീനാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഉണ്ണീനെയും വിജിതേനെയാണ് കാണിക്കുന്നത്. ഉണ്ണി പറയുകയാണ്, നീ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് എത്ര ദിവസമായി വിജിത എന്ന് പറയുന്നു. അന്നേരം വിജിത പറയുന്നു, എൻ്റെ മൂടൊന്ന് ശരിയാകട്ടെ ഉണ്ണിയേട്ടാ, എന്നിട്ടാണെങ്കിൽ ഞാൻ സ്നേഹിക്കാം, അല്ലാണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറയുന്നു. നീ എന്താണ് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം, അതിനുള്ള കാരണം ഇവിടുത്തെ ഏട്ടത്തെയും കാർത്തുവാണല്ലോ, നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിജിത പറയാണ്, അതൊന്നും അല്ല ഉണ്ണിയേട്ടാ, അതൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ ആരോടും ഒരു കുറ്റവും ഒന്നും പറയാൻ വേണ്ടി പോകുന്നില്ല, എൻ്റെ വിധിയാന്നോർത്ത് സമാധാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിജിത കിടക്കുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം വിജിതയാണെങ്കിൽ ദീപനെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഫോണും എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ദീപനുമായിട്ട് സംസാരിക്കുന്നു. നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കാർത്തു അങ്ങോട്ട് വരുന്നത്. അന്നേരം വിജിത ചോദിക്കുവാണ്, എന്താ കാർത്തു, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാർത്തു പറയാണ്, ഉറങ്ങുവാണെങ്കിൽ നീ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, ഈ സീനുകളൊന്നും കാണാനും പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം അങ്ങനെ വിജിതയും കാർത്തും തമ്മിൽ സംസാരിച്ച് മുഷിയുന്നു. കാർത്തുവിനോട് പറയുന്നു, അപ്പനും അമ്മയും ഇല്ലാതെ നിനക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാലോ എന്ന് പറയുമ്പോൾ കാർത്തു പറയാണ്, അപ്പനും അമ്മയും ഉള്ള നീ എന്താണ് ചെയ്യുന്നത്, കെട്ടിച്ച് വിട്ടിട്ടും ആ കെട്ടുതാലി അഴിച്ചു വെച്ചിട്ടാണല്ലോ നീ കാമുകനെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ വിജിതയാണെങ്കിൽ കാർത്തൂനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോൾ കാർത്തു അത് തടഞ്ഞിട്ട് പറയുന്നു, കുറ്റം ചെയ്യുവാണെങ്കിൽ അടിക്കാം, അത് ആർക്കാണെങ്കിലും, പക്ഷേ ഒരു കുറ്റവും ചെയ്യാതെ പക്ഷെ നീ കുറ്റം ചെയ്തിട്ടും നിന്നെ അടിക്കുവാണ് തിരിച്ചു വേണ്ടത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, നിൻ്റെ അടി കൊള്ളേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തു അവിടുന്ന് പോകുന്ന സീനാണ് കാണിക്കുന്നത്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. നാളത്തെ എപ്പിസോഡുമായി വീണ്ടും കാണാം.